നിക്ഷേപം നടത്തിയ അൻസിബയുടെ പരാതിയിൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കോടതി. ആ ഓഫീസിൽ ഒരു സംഘടനയിൽ നടക്കാൻ പാടില്ലാത്ത കുറേയേറെ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. ജസ്റ്റിസ് ഫോർ അൻസിബ കൊടുക്കാൻ മറക്കണ്ട, അത് ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ അൻസിബയുടെ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. നമ്മുടെ ടിനിയക്കെതിരെ കേസെടുക്കാൻ കോടതിയുടെ ഉത്തരവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല കാര്യം. അപ്പം നമ്മുടെയൊക്കെ അത്യാവശ്യ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ദൈവം കേൾക്കുന്നുണ്ടെന്ന് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായല്ലോ. കാരണം അതുപോലെ ദ്രോഹിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ എച്ചിപ്രിയ, അയ്യോ എന്തൊക്കെ മെഴുകലായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്ന് ലൈക്ക് അടിക്കുക, ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ കൊടുക്കുക. പരമാവധി ഈ വിഷയം ഒന്ന് ഷെയർ ചെയ്യുക. ജസ്റ്റിസ് ഫോർ അൻസിബ ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ കൂടെ ചെയ്തേക്കുക. എന്തായാലും നമുക്ക് ന്യൂസിലോട്ട് പോകാം. എന്താണ് ഇന്ന് ന്യൂസിൽ സംസാരിക്കുന്നത്, പിന്നെ നമ്മുടെ നടി ഉഷ സംസാരിക്കുന്ന അമ്മയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് വെച്ച് തരാം. പോലീസ് കേസെടുക്കാത്തതിനെ തുടർന്നാണ് അൻസിബ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇപ്പോൾ അൻസിബയ്ക്ക് അനുകൂലമായ തീരുമാനം. ജിനി ടോമിനെതിരെ കേസെടുക്കാനുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്ന്. അത് വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഇപ്പോൾ എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ അൻസിബ പോലീസിന് പരാതി നൽകിയിരുന്നതാണ്. തനിക്കെതിരെ നടൻ ജിനി ടോം വർഗീയ നിക്ഷേപം നടത്തിയെന്നുള്ള പരാതിയാണ്. അതിൽ പ്രാഥമിക അന്വേഷണം നടത്തിക്കൊണ്ട് കടവന്ത്ര പോലീസ് എറണാകുളം സെൻട്രൽ എസ്.പി.ക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് അതിൽ കേസെടുക്കാനാകില്ല എന്നുള്ളതാണ്. ഇത് ഹിയർസേ എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവർ പറഞ്ഞിട്ട് എടുത്താനുള്ള പരാതിയാണ് അൻസിബ ഉന്നയിച്ചിരിക്കുന്നത്. നേരിട്ടുള്ള പരാതിയല്ല. അതുകൊണ്ട് തന്നെ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് റിപ്പോർട്ട് നൽകുകയും ചെയ്തത്. ഇതിനെതിരെയാണ് അൻസിബ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയും ചെയ്തത്. അതിലാണ് ഇപ്പോൾ ജിനി ടോമിനെ പ്രതിക്കെടുത്ത കേസെടുക്കാനുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. വൈകാതെ തന്നെ കടവന്ത്ര പോലീസ് ജിനി ടോമിനെ പ്രതി ചേർത്ത് കേസെടുക്കും. അതിനുശേഷം തുടർ നടപടികളിലേക്ക് പോവുകയും ചെയ്യും. നേരത്തെ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ജിനി ടോമിന്റെയും അമേരിക്ക പ്രസിഡന്റ് ആയിരുന്ന ശ്വേതാമേനോൻ അടക്കമുള്ളവരുടെയും മൊഴി, നീന കുറുപ്പ് അടക്കമുള്ളവരുടെയും മൊഴി രേഖപ്പെടുത്തുകയാണ്. അതിന് പിന്നാലെയാണ് കേസ് എടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരുന്നത്. ഇപ്പോൾ കോടതി നിർദ്ദേശം ഉണ്ടായിട്ട് സ്വയം പോലീസിനെ സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത തുടർ നടപടികളിലേക്ക് പോകേണ്ടി വരും. കോടതിയിലേക്ക് പോകുമ്പോൾ അൻസിബ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ കൃത്യമായ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങളാണ് അൻസിബ ചൂണ്ടിക്കാട്ടിയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ കൃത്യമായ മൊഴി പോലീസിന് നൽകിയിരുന്നതാണ്. ജിനി ടോമിനെതിരെ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലടക്കം തനിക്കെതിരെ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വർഗീയ നിക്ഷേപം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചിലരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് മൊഴി തന്റെ ഭാഗത്ത് ഉണ്ടായിട്ട് പോലും പോലീസ് തുടർ നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതാണ് അൻസിബയുടെ പരാതിയെ വരികയും ചെയ്തത്. ഒന്നാമത്തെ കാര്യം, ഇയാൾക്ക് നല്ല ഹോൾഡുണ്ട്, നല്ല രീതിയിൽ ഹോൾഡും കാര്യങ്ങളുണ്ട്. അത് ഏത് വിഷയമാണെങ്കിൽ പോലും നിസ്സാരമായിട്ട് പുള്ളി ഊരി പോരുന്നൊരു ആണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മോൻ്റെ കഞ്ചാവ് കേസുകെട്ടും കാര്യങ്ങളൊക്കെ അന്നൊന്ന് ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. 1-2 ദിവസം മാത്രം. പിന്നെ സോഷ്യൽ മീഡിയ അതിൻ്റെ ഒരു ഈച്ച പോലും ഇല്ലായിരുന്നു. നല്ലൊരു ഹോൾഡുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ടിനി ടോം. അതിൻ്റെ ഇടയിൽ പോരാടിയ ഒരു വ്യക്തിയാണ് ഈ അൻസിബ. പിന്നെ ജാതിയുടെയും മതത്തിൻ്റെയും പേര് ജിഹാദിയാണ്, അതാണ് മറ്റേയാണ്, വർഗീയവാദിയാണെന്നൊക്കെ വരെ പറഞ്ഞത് ആര്? ലക്ഷ്മിപ്രിയ കൂടെ ഇവനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആലപ്പുഴ അഷ്റഫ് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിപ്രിയ അദ്ദേഹത്തിനോട് പറഞ്ഞ കാര്യങ്ങൾ ഇവരൊക്കെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഈ പെണ്ണിനെ ഭയങ്കര മോശമാക്കുന്നുള്ള രീതിയിലാണ്. എന്തായാലും ഇത് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തതാണ്. ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് ഇപ്പോൾ പുള്ളിയുടെ ബാക്ക് സപ്പോർട്ടോ ആരെങ്കിലും ഉണ്ടായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഒരു പെണ്ണ് ധൈര്യമായിട്ട് നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. അമ്മ സംഘടനയുടെ ആൾക്കാരുടെ മുമ്പിൽ മീറ്റിംഗ് വെച്ച് വരുന്ന സമയത്ത് തെളിവ് സഹിതം എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുത്ത് ബോധ്യപ്പെടുത്തി. അപ്പോൾ തെറ്റുകൾ മൊത്തം ഈ പറഞ്ഞ ശ്വേതയുടെയും ഈ പറഞ്ഞ ലക്ഷ്മിയുടെയും ടിനിയുടെയും ഒക്കെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ആൾക്കാർക്ക് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്ന അമ്മയിലെ പ്രസിഡന്റ് അൻസിബ എന്നൊക്കെ പറയുമ്പോൾ പുള്ളി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അപ്പം ഇവനെപ്പോലുള്ളവന്മാരെയൊക്കെ എക്സ്പോസ് ചെയ്യുക. കാരണം അതുപോലത്തെ തോന്നിവാസങ്ങളാണ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ എതിരെ ആരും ചോദിച്ചിട്ടില്ലായിരുന്നു. ചോദിച്ചവരെ ഒരു വ്യക്തിയാണ് ഈ അൻസിബ എന്ന് പറയുന്നത്. അതിനാണ് ഇപ്പോൾ കോടതി ജിനി ടോമിനെ പ്രതി ചേർത്ത് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പോലീസിനെ കേട്ടോ? പോലീസ് കേസെടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനമുണ്ടായിരുന്നല്ലോ. ഒരു നിമിഷം ഇപ്പോൾ അൻസിബയുടെ അഭിഭാഷകൻ ഫിർദാസ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഫിർദാസ്, അൻസിബ പോലീസിനെ സമീപിച്ചുവെങ്കിലും കേസെടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന നിർദ്ദേശം എന്താണ്? കോടതിയിൽ നിന്ന് ആദ്യം കേസ് എടുത്തിട്ട് അന്വേഷിക്കാൻ കടവന്ത്ര പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇത് എഫ്ഐആർ ഇട്ടാലും വീണ്ടും അതേ പോലീസ് തന്നെയാണ് അന്വേഷിക്കാൻ സാധ്യതയുള്ളത്. എന്നിരുന്നാൽ പോലും ആ എഫ്ഐആർ വന്നതിന് ശേഷം പിന്നീട് അൻസിബയ്ക്ക് അതിന്റെ അനന്തര നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു സ്കോപ്പുകളുണ്ട്. പോലീസ് ഇനി കുറ്റപത്രം സമർപ്പിക്കുന്ന സമയത്തും ചിലപ്പോൾ അയാളെ സഹായിക്കാം. പക്ഷെ സഹായിച്ചുകൊണ്ടൊന്നും കേസ് അവിടെ അവസാനിക്കാൻ പോകുന്നില്ല. അതിന്റെ എൻഡ് കാണുന്നത് വരെ അതിന് വേണ്ടിയിട്ട് പോരാടാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആ രീതിയിലാണ് അൻസിബ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പോലീസിനെ അവരെ സഹായിക്കാനും സാധിക്കില്ല. പോലീസ് ഇപ്പോൾ കോടതിയിൽ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ഈ പരാതിക്കാരിനെ പ്രതികളെ സഹായിക്കാൻ കണ്ണടച്ച് സഹായിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഞെട്ടിപ്പോകും സത്യത്തിൽ ആ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് നീന കുറുപ്പ് കടവന്ത്ര പോലീസിൽ വന്നിട്ട് അങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ പറയുന്നത് കേട്ടു എന്ന് പറയുന്ന ഒരു മൊഴി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നീന കുറുപ്പ് പരസ്യമായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞതും അപ്പോൾ പോലീസുകാർ ഒട്ടും മോശമല്ല. പോലീസുകാർ ഞാൻ പറഞ്ഞില്ലേ കൂടെ നിന്നിട്ടുണ്ടാക്കുന്നുണ്ട്. കൂടെ നിന്നിട്ട് ഇവരൊക്കെ മുമ്പിൽ കൂടെ നിൽക്കുന്നതായിട്ട് കാണിക്കും. പക്ഷേ കൂറ് മൊത്തം അങ്ങോട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ അവസാനം വന്നപ്പോൾ അതും മനസ്സിലായിട്ടുണ്ട് പോലീസുകാർ നല്ല രീതിയിൽ പണി കൊടുക്കുന്നത്. അങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടില്ലെന്ന് ഒന്ന് ആലോചിച്ച് നോക്കേ. അന്ന് CCTV ക്യാമറയും കാര്യങ്ങളൊക്കെ തൂക്കുമ്പോൾ കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും.
ഞാനിപ്പോ എവിടെ പറയാൻ തയ്യാറായിട്ടുള്ള ഒരു വിഷയമാണ് അങ്ങനെ പറയുന്നത് കേട്ടു എന്നുള്ളത്. എന്നിട്ട് പോലീസ് കോടതി കൊടുത്തുള്ള മൊഴി അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ക്രൈം രജിസ്റ്റർ ചെയ്യാതെ എങ്ങനെയാണ് പോലീസിന് വന്നിട്ട് ഈ പറയുന്ന പ്രതി സാക്ഷിനെയും അതേമാതിരി പരാതിക്കാരേക്ക് മൊഴി രേഖപ്പെടുത്താൻ സാധിക്കുന്നത്? അതൊക്കെ അവിടെ അത് കഴിഞ്ഞിട്ട് പ്രതിയുടെ മൊഴി വരെ രേഖപ്പെടുത്തി ഇനി ഈ കേസിന്റെ അന്വേഷണത്തിൽ ഈ പ്രതികൾക്ക് ആ മൊഴികൾ തിരുത്തി പറയാൻ അല്ലെങ്കിൽ സാക്ഷി അല്ലെങ്കിൽ കംപ്ലൈന്റ് ആ മൊഴി തിരുത്തി പറഞ്ഞാൽ വരാവുന്ന മൊഴിയിൽ ചെറിയ വൈരുദ്ധ്യങ്ങൾ വന്നാൽ വരാവുന്ന പ്രശ്നങ്ങളൊക്കെ അതിനെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. പോലീസ് വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഈ കേസ് നടത്തിയിരിക്കുന്നത്. അത് ഞാൻ ഇപ്പോ യഥാർത്ഥത്തിൽ ഈ പരാതിയുടെ ഭാഗമായിട്ട് ഇനി ആ കടവന്ത്ര എസ്എച്ച്ക്കെതിരെ പരാതി കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ പബ്ലിക് പറയും ഞാനിപ്പോ എല്ലാവർക്കും പരാതി കൊടുക്കാൻ നിൽക്കുകയാണോ എന്നുള്ള ആ ഒരു ഡിഫൻസാണ് പ്രശ്നമായി നിൽക്കുന്നത്. പക്ഷേ ഈ എസ്എച്ച്ഒ വലിയ വീഴ്ചയാണ് അതിൽ വരുത്തിയിരിക്കുന്നത്. എസ്എച്ച്ഒ മാത്രമല്ല എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ അവരുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് പുറത്തു വരേണ്ടതുണ്ട്. കാരണം 3 പരാതിയാണ് അൻസിബ കൊടുത്തിരിക്കുന്നത്. 3 പരാതിയും എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ ശ്രദ്ധയിൽ വന്നിട്ട് 3 പരാതിയിലും നിയമപരമായിട്ട് ഒരു സ്റ്റെപ്പും എടുക്കുന്നില്ല. അതാണ് ഒരു സ്റ്റെപ്പ് എടുക്കുന്നുമില്ല. അതിന് ഈ കോൺഗ്രസ് പാർട്ടി ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നും കൂടെ നമുക്കൊന്ന് അന്വേഷിക്കേണ്ട ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാൻ പറ്റും. കാരണം ടിനിയുടെ ഒരു വിചാരം എനിക്ക് മാത്രമാണ് ഹോൾ എന്നുള്ള രീതിയിലാണ്. ഇവിടെ ഈ ഒരു ഫോണും പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഉഷ മേഡം പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. അവരുടെ ലേറ്റസ്റ്റ് ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ഞാനിവിടെ വീഡിയോ വെക്കുന്നില്ല, കാരണം എപ്പോൾ വേണമെങ്കിലും പണി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനത് വെക്കുന്നില്ല. ഞാൻ സൗണ്ട് കേൾപ്പിക്കാം. ആരും സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക. മൊത്തം കണ്ടിട്ട് അഭിപ്രായം എന്തായാലും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വേണം. ഒന്നാമത്തെ കാര്യം നന്ദി പറയേണ്ട ഇവിടുത്തെ പ്രേക്ഷകരോടാണ്, കേരളത്തിലെ. കാരണം ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുറത്തുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, മോനെ ഈ ഒരു കേസ് ഇട്ട് വിടല്ലേ, അതുപോലെ തന്നെ ഫിറോസിൻ്റെ കേസ് ഇട്ടും വിടല്ലേ. നമ്മളെല്ലാ കാര്യങ്ങളും നോട്ടായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഒന്നും വിട്ടിട്ടൊന്നും പോകത്തൊന്നുമില്ല. ഓക്കെ, ബാക്കിയും കൂടെ വെക്കാം. ഒരു സംഘടനയിൽ നടക്കാൻ പാടില്ലാത്ത കുറേയേറെ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. നാണക്കേടായി അമ്മ എന്ന് പറയുന്ന സംഘടന വല്ലാത്ത നാണക്കേടില്ല. സ്ത്രീകളായ നമുക്ക് ആർട്ടിസ്റ്റുകളാണെന്ന് സിനിമ അമ്മയിലെ അംഗമാണ്, പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തൊരവസ്ഥ. അത്രയ്ക്ക് നാണക്കേട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ അധോലോകം പോലെയൊക്കെയാണ് അതിനകത്ത്. ഒരു മാനേജർ വന്ന് പറയുന്നു അവരെ കുറിച്ചുള്ള സെക്രട്ടറി അവരെ പിരിച്ചുവിട്ടതിന്റെ പിന്നിൽ ഇതാണ് കാര്യം. ട്രഷററെ കുറിച്ച് പറയുന്നു. അപ്പൊ ആ ട്രഷറർ പിന്നെ ആ മെസ്സേജിനെ കുറിച്ച് സെക്രട്ടറി അവരെ പിന്നെ അങ്ങനെ അയാളൊരു പാവം ഏകാന്തത അനുഭവിക്കുന്ന ആളാണ്. അതൊക്കെ വളരെ മോശം കാര്യങ്ങളാണ് പുറത്തോട്ട് വന്നത്. അതിനുശേഷം ഒരു സെക്യൂരിറ്റി വന്നിട്ട് പറയും, സെക്യൂരിറ്റി പറയുന്നു ഈ സെക്രട്ടറി മാനേജറുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്ന് പറയാൻ സെക്രട്ടറി നിർബന്ധിച്ചു. എങ്ങനെ പിന്നീട് അതാണ് ആദ്യം വന്നത്. അതെ, ഇതൊക്കെ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വിഷയം ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാണ്. നമ്മുടെ ഷേദ ചേച്ചി ഉണ്ടല്ലോ, ചേച്ചിക്ക് വേണ്ടപ്പെട്ട ചില ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആ ആൾക്കാരിലോട്ട് വിഷയം പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വിഷയം സോഷ്യൽ മീഡിയ കൊണ്ടിടുകയും ചെയ്തത്. ഈ അവിഹിത കഥ, അവിഹിത കഥ, സെക്രട്ടറി, പ്രസിഡന്റ്, അങ്ങനെ എങ്ങനെ മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞുള്ള രീതിയിലാണ്. കാരണം മീഡിയ അങ്ങോട്ട് പോകുമല്ലോ. വഴി തിരിക്കാൻ വേണ്ടി ഷേദ ചേച്ചി നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അത് വേറെ കാര്യങ്ങൾ. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. അതിനുശേഷം അതൊക്കെ കുടുംബസംഗമത്തിന് ശേഷമാണ്. കുടുംബസംഗമത്തിന് മുമ്പാണ് ലക്ഷ്മിപ്രിയ അൻസിബയും തമ്മിലുള്ള ഇഷ്യൂ ഉണ്ടായത്. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം, നമ്മൾ സുഹൃത്തുക്കളായതുകൊണ്ട് അറിയാം. പക്ഷെ അത് ഇത്രയും വലിയൊരു വിഷയമാകുമെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നീട് കുടുംബസംഗമം കഴിഞ്ഞ് ഈ ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അൻസിബ, അതിന് മുമ്പ് അൻസിബ പല പ്രാവശ്യം രാജിവെക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളൊക്കെ ഞാനും പലമ ചേച്ചിയൊക്കെ ആയിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ട് ഇപ്പൊ രാജിവെക്കരുത്, നോക്കാം, നമുക്ക് ജനറൽ ബോഡി വരട്ടെ, ജനറൽ ബോഡി വരെ കാത്തിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അൻസിബ കൊടുത്തതിന് ശേഷം ഞാൻ രാജി കൊടുത്തു കേട്ടോ എന്ന് പറഞ്ഞു. അയ്യോ വേണ്ടായിരുന്നു എന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു. പക്ഷെ ജനറൽ ബോഡി വരട്ടെ, ജനറൽ ബോഡി വരെ ഞാൻ ഇരിക്കാം എന്നവള് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ജനറൽ ബോഡിക്ക് തൊട്ട് മുമ്പ് തന്നെ അവളെ വിളിച്ച് ചോദിച്ചു, അൻസിബ രാജി ഞങ്ങള് എക്സിക്യൂട്ടീവിൽ പിന്നെ ഇതിൽ ഉറച്ചു നിൽക്കുകയാണോ ചോദിച്ചപ്പോ അതെ എന്നാ ഇപ്പൊ നമ്മളത് തീരുമാനിക്കാന്ന് പറഞ്ഞ് സ്വീകരിച്ചെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായപ്പോ ജനറൽ ബോഡിയിൽ വരുമ്പോ അതുവരെ മുഖത്തോട് മുഖം നോക്കാത്ത, തമ്മി ചളി വാരിയെറിയുകയും പരസ്പരം വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾക്കാര് ജനറൽ ബോഡിയിൽ വന്നു കഴിഞ്ഞപ്പോ ഇവര് ഒരു പ്രശ്നവും ഇല്ല, ഭയങ്കര സുഹൃത്തുക്കൾ. ഇവിടെ ഇതൊന്നും നടന്നിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ലാത്തുള്ള രീതിയിലാണ് ഇവരവിടെ വന്ന് ഇരുന്നത്. ഇരുന്ന് കഴിഞ്ഞാൽ എന്താ ഇവർ പറയണ്ടേ? ഈ അംഗങ്ങൾ വിഡ്ഢികളും മണ്ടന്മാരൊന്നും അല്ലല്ലോ, ബുദ്ധിയുള്ളവരൊക്കെ അല്ലേ. അപ്പൊ അവരോട് എന്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വീഴ്ച പറ്റി, തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾ അതുകൊണ്ട് ഇനിയുള്ള സമയം ഞങ്ങൾ നന്നായിട്ട് ഇങ്ങനെയുള്ള വീഴ്ചകളൊന്നും ഇല്ലാതെ തന്നെ മുമ്പോട്ട് പൊക്കോളാം എന്ന് ആദ്യം തന്നെ ഇവരെല്ലാവരും കൂടെ വന്നൊന്ന് നിന്ന് ആൾക്കാർ പറഞ്ഞാൽ മനസ്സിലാക്കുമായിരുന്നു. അതൊന്നും ചെയ്യാതെ പ്രസിഡന്റ് വന്നിട്ട് ഈ മുൻപ് നടന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും അവർ പറയുന്നില്ല. 1500 രൂപ വീതം നമ്മൾ പെൻഷൻ കൂട്ടിത്തരും, അതിനൊരു സ്പോൺസർ ഉണ്ട്, അമ്മയുടെ ഫണ്ടിൽ നടക്കത്തില്ല, അതിനൊരു സ്പോൺസർ ഉണ്ട്. പിന്നെ എന്തുവാ, അടുത്ത ജനറൽ ബോഡി തായ്ലൻഡിലാണ്, 4 ദിവസം തായ്ലൻഡിൽ പോയി നമ്മൾ അടിച്ചു പൊളിക്കും. ഇത് പറഞ്ഞു, ഇതൊക്കെയാണ് അവർ പറയുന്നത്.
അപ്പോ അക്കൗണ്ട്സ് റിപ്പോർട്ട് അവതരിപ്പിക്കുക. സാധാരണ ഒരു ജനറൽ ബോഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് നമ്മൾക്ക് പോസ്റ്റൽ വഴി ഒരു മാസം മുമ്പ് നമുക്ക് അക്കൗണ്ട്സ് പിന്നെ അക്കൗണ്ട് വരാറുണ്ട്, റിപ്പോർട്ട് വരാറുണ്ട്, കണക്കൊക്കെ വരുന്നതാണ്. പക്ഷെ അതൊന്നും നമുക്ക് അയച്ചിട്ടില്ല. പോസ്റ്റലിൽ നമുക്ക് ഈ ജനറൽ ബോഡി ആണെന്ന് പറഞ്ഞ ഒരു ലെറ്റർ വന്നത് തന്നെ 29-ാം തീയതി ഡേറ്റ് ഇട്ടിട്ട് മെയ് 29-ാം തീയതി ഡേറ്റ് ഇട്ടിട്ട് വരുന്നത് ജൂൺ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ജനറൽ ബോഡിയുടെ ഒരു 3 ദിവസം മുമ്പാണ് കൊറിയറിൽ ഈ ലെറ്റർ വരുന്നത്. പലർക്കും കിട്ടിയില്ല വാട്സപ്പിൽ ഇങ്ങനെ പറയുന്നതല്ലാതെ സാധാരണഗതിയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കഴിയുമ്പോൾ അവിടെ എടുക്കുന്ന തീരുമാനങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് പോസ്റ്റലിൽ നമുക്ക് അറിയിക്കും. അതാണ് കീഴ്വഴക്കം. പക്ഷെ അതൊന്നും ഈ കാലയളവിൽ ഈ ഭരണസമിതി ചെയ്തിട്ടില്ല. റിപ്പോർട്ട് കണക്ക് വായിച്ചിട്ടില്ല. അവിടെ വന്നപ്പോഴാണ് നമ്മുടെ കയ്യിലൊക്കെ ഇത് തരുന്നത്. അവിടെ ഇരുന്ന് എങ്ങനെ നോക്കാനാണ്? അത് അവിടെ പ്രിന്റ് ചെയ്ത് വന്ന കണക്ക് വേറെ, ഇവര് വായിച്ച കണക്ക് വേറെ, ഇവര് വാട്സപ്പിൽ അയച്ചു തന്നത് വേറൊന്നും. ഇങ്ങനെ കണക്കുകളൊന്നും ശരിയല്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, ഈ പൈസ വരുമെന്ന് പറയുന്നത് എങ്ങനെ ഈ പൈസ വരുന്നു? ശ്വേത മേനോൻ എങ്ങനെ ഇത്ര ഹോൾഡ്? എവിടെ നിന്ന്? അദാനി ഗ്രൂപ്പ്. ഈ അദാനി ഗ്രൂപ്പായിട്ടൊക്കെ എങ്ങനെ കണക്ഷൻസ്? ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സംസാരിക്കുവാണെങ്കിൽ എല്ലാം ഒന്നും ഞങ്ങളൊന്നും വന്നിട്ട് പറയുകയൊന്നും ചെയ്യുന്നില്ല. ലക്ഷ്മി പ്രിയ തന്നെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദാനി ഗ്രൂപ്പിൽ നിന്ന് 15 ലക്ഷം വരുന്നു. 15 അല്ല, ഒരു 0 കൂട്ടിക്കോ നിങ്ങൾ. അതുക്കും മേലെ പൈസകൾ വരുവാണെങ്കിൽ ഒരുപാട് ഇതുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. ഇവിടെ സിനിമാ താരങ്ങൾ ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? കൂടുതലും സിനിമാ താരങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആൾക്കാരെ കൊണ്ടിട്ടിട്ട് അവർ ഓരോ പരിപാടികളും ചെയ്യുന്നുണ്ടായിരുന്നു. ലക്ഷ്മി പ്രിയയ്ക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു, വീണ നായർക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു, പിന്നെ ഈ പറഞ്ഞ അഞ്ജലിക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇതിൽ നിന്നും ഒരുപാട് കമ്മീഷനും കാര്യങ്ങളും ഉണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. ഈ ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ വേറെ ഒരു കോൺടാക്റ്റ് തേടി പോവാം. ഒരുപാട് കോൺടാക്റ്റ് ഉണ്ട്. എല്ലാ കോണ്ടന്റും നമ്മൾ എടുക്കുന്ന വ്യക്തികളാണ്. ഇന്ന് കണ്ടല്ലേ, ഇന്നിപ്പോൾ അൻസിബ ഉണ്ട്, ഫിറോസ് ഉണ്ട്, അഹാനുണ്ട്, എല്ലാ കോണ്ടന്റും ഉണ്ട്. ദിവസം കണ്ടന്റിന് ക്ഷാമമില്ല. അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഉണ്ട്. വിഷയമായിട്ടുള്ളൊരു കാര്യമല്ല. എല്ലാവരും വിചാരിക്കും. പിന്നെ ഞങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് നീതി കിട്ടണം എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ്. കാരണം അവരുടെ ഭാഗത്ത് ഒരുപാട് ന്യായമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്നത്. ഓക്കെ, ഇനി ബാക്കി കൂടെ വെക്കാം. പരസ്പരം ബന്ധമില്ലാത്ത ഒരു റിപ്പോർട്ടും കണക്കുമാണ് അവരവിടെ കൊണ്ടുവന്നത്. അപ്പൊ ഒരു ജനറൽ ബോഡി എന്ന് പറയുമ്പോൾ, ഒരു സംഘടനാപരമായിട്ട് നോക്കുമ്പോൾ കണക്കും റിപ്പോർട്ടും ശരിയല്ലെങ്കിൽ എന്താ ചെയ്യുക? അത് എക്സ്പ്ലനേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ പിന്നിൽ അവര് രാജിവെക്കാൻ മാറണം. അതാണ് വേണ്ടത്. അതാണ് അവിടെ സംഭവിച്ചത്. 2 പ്രാവശ്യം കൈപൊക്കാം. അതിനു മുൻപ് തന്നെ അപ്പൊ ചോദിക്കും അവിശ്വാസ പ്രമേയം എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത്. അതിന് തക്കതായ കാരണമുണ്ട്. അതായത് ഈ പറഞ്ഞില്ലേ 1500 രൂപ കൈനീട്ടം കൂട്ടിത്തരുമെന്ന്. ഈ പെൻഷൻ ഞങ്ങൾക്ക് തരുന്നത് അമ്മയുടെ ഫണ്ടിൽ നിന്നാണ്. ഈ 1500 രൂപ പെൻഷൻ തരുമെന്ന് പറയുന്നത് ഒരു സ്പോൺസറുടെ കയ്യിൽ നിന്ന് തരുമെന്നാണ് പറയുന്നത്. ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് നമുക്ക് പെൻഷൻ തന്നോണ്ടിരുന്ന അമ്മയുടെ ഫണ്ടിൽ നിന്നാണ്. അമ്മയുടെ ഫണ്ടിൽ നിന്ന് ഞങ്ങളത് വളരെ അഭിമാനപൂർവ്വമാണ് ആ പൈസ കൈനീട്ടം സ്വീകരിക്കുന്നത്. മമ്മൂക്കായ ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്റ്റേജ് ഷോ നടത്തി, ചാനലുകളിൽ സ്റ്റേജ് ഷോ നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് കൊണ്ടാണ് നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത്. ആവശ്യത്തിനുള്ള പണം അമ്മയുടെ അക്കൗണ്ടിൽ ഇപ്പോഴും ഉണ്ട്. ഈ കുടുംബസംഗമം നടത്തിയിട്ടാണ് സഞ്ജീവനി പോലുള്ള പദ്ധതിക്ക് വേറെ പണവും കയ്യിലുണ്ട്. അപ്പൊ പിന്നെ എന്തിനാണ് പുറത്തുനിന്ന് ഒരാളുടെ സ്പോൺസറുടെ പൈസ വാങ്ങി ഞങ്ങൾക്ക് പെൻഷൻ കൂട്ടി തരേണ്ട ആവശ്യം എന്താണ്? അതിനേക്കാളും നല്ല ഞങ്ങളങ്ങ് തെണ്ടാവിടുന്നതല്ലേ. ഞങ്ങൾക്ക് ഇതിന് മറ്റുള്ളവരുടെ ഉദാഹരണം ഞങ്ങളുടെ സംഘടന തരുന്ന കൈനീട്ട അഭിമാനപൂർവ്വം ഞങ്ങളത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ആ പൈസക്ക്. അതെ, അതുപോലെ തന്നെ അമ്പലത്തിലെ കേസ് കേട്ടില്ല. അമ്പലത്തിലെ പൈസയും കാര്യങ്ങളൊക്കെ അമ്പലക്കാർക്കല്ലേ ഉള്ളത്. അതെന്തിനാ അമ്മയിലേക്ക് ആയിരുന്നേ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾക്ക് പല ആൾക്കാർക്കും കൊടുക്കാനില്ലായിരുന്നു. അവസാനം രാജിവെക്കേണ്ടി വന്നു. ഒരുപാട് കേസ് കേട്ടുകളുണ്ട്. ഓരോന്നായിട്ട് വരുവോടെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി സത്യാവസ്ഥ എന്താണെന്ന്. എനിക്ക് ഇവിടുത്തെ ജനങ്ങളോട് അത്ര മാത്രമേ പറയാനുള്ളൂ. 1500 രൂപ ഒരു സ്പോൺസർ കണ്ടുപിടിച്ചോണ്ട് വന്നിരിക്കുന്നു പുറത്തുനിന്ന്. അതിനകത്ത് വേറൊരു കാര്യം ഒന്ന് ഇടയ്ക്ക് ചോദിക്കാണ്. ഇന്നലെ കണ്ട ന്യൂസില് അദാനി 25 ലക്ഷം രൂപ അമ്മയ്ക്ക് ഫണ്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. അതാണ് ഞങ്ങൾ അവിശ്വാസ പ്രമേയം. ഞാൻ അവിശ്വാസ പ്രമേയത്തിൽ നമ്മുടെ യൂഷ്വൽ സൈക്കോ എന്ന് പറഞ്ഞ യൂട്യൂബർ ലക്ഷ്മി പ്രിയ പറയുന്നതിന് മുമ്പ് ഈ ഒരു കഥ പറഞ്ഞതാണ്. എല്ലാ തെളിവ് സഹിതം പുള്ളി ഓരോ കാര്യങ്ങളായി അദ്ദേഹത്തിന്റെ വീഡിയോ പറഞ്ഞു. എന്തിനിതൊക്കെ? മുന്നിൽ നിൽക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ജനറൽ ബോഡിക്ക് 2 ദിവസത്തിന് മുമ്പാണ് ഞാൻ അറിയുന്നത്. നമ്മുടെ പിന്നെ ലക്ഷ്മിപ്രിയ പൊന്നമ്മ ചേച്ചിയെ വിളിച്ചിട്ട് പറയാണ്, എന്നെ ജിഹാദി എന്ന് വിളിച്ച കാര്യം പറയോ ജനറൽ ബോഡിയിൽ, ഉഷ ചേച്ചി പറയോ എന്ന് ചോദിച്ചു. പറയും, ഞാനത് ചാനൽ ഞാൻ അന്ന് പറയും എന്ന് പറഞ്ഞു. പറയും. അതെന്താണെന്ന് അറിയാമോ ചേച്ചി, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി പൊന്നു ഈ പിന്നെ നമ്മുടെ ഭരണസമിതി മാറിപ്പോയാൽ നമുക്ക് അദാനിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഫണ്ട് ശ്വേത ചേച്ചി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആ ഫണ്ട് കൊണ്ടുവന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്തിനാണ് നമ്മുടെ അദാനിയുടെ ഫണ്ട് നമ്മുടെ അമ്മയ്ക്ക്? അപ്പൊ അവർ ഈ സംഘടന എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഇതൊരു ശരിയായ രീതിയല്ല. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതെല്ലാം കുളവാക്കിയത് ലക്ഷ്മിപ്രിയ. അത് നന്നായി ഒന്ന് വെച്ചാൽ കുളവായത്. അതുകൊണ്ടൊക്കെ കുറേ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പോകത്തില്ലായിരുന്നു.
കൊള്ളാം എന്തായാലും ഓരോരുത്തർ. ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ BJP പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അണികളോടൊക്കെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ കഷ്ടപ്പെടും, ഇടിയും തൊഴിയൊക്കെ കൊള്ളും, പക്ഷേ സിനിമാ നടന്മാർ വന്നിട്ട് MLA അത് ഇതുമായിട്ടൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യും. കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുക. VV രാജേഷിനെ പോലുള്ളവർക്ക് ഒക്കെ കൊടുത്താൽ പിന്നെ അന്തസ്സുണ്ട്. പറഞ്ഞ മനസ്സിലായി. അല്ല, പുള്ളിക്ക് കിട്ടി, പുള്ളി ഇപ്പോൾ മേയറാണ്. എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു BJPയുടെ കൂട്ടത്തിൽ എനിക്ക് പുള്ളി ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ബാക്കി കൂടെ വെക്കാം. അവിശ്വാസം ഇനി ഈ ഭരണസമിതി ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇത്തരം നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും അതിനകത്ത് നടക്കാൻ പോകുന്നു. അതുകൊണ്ട് ഇനി ഇവര് വെച്ച് പൊറപ്പിക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ അവിശ്വാസ പ്രമേയം റെഡിയാക്കിയത്. പല കാര്യങ്ങളിലും എല്ലാവരും അത് അവിടെ ഒരു ബിസിനസ് ആയിട്ട് ഈ ഭരണസമിതി കണ്ടു. കുടുംബസംഗമം നടത്തിയപ്പോൾ ആദ്യത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ ഈ കുടുംബസംഗമവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയിൽ തന്നെ പറഞ്ഞത് ആർക്ക് വേണമെങ്കിലും സ്പോൺസറെ കൊണ്ടുവരാം, ഇത്ര ശതമാനം കമ്മീഷൻ എടുക്കാം. ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം അമ്മയിൽ ഉണ്ടായിട്ടില്ല. പോയിന്റ് എന്താണ് ഞങ്ങൾ പറഞ്ഞത്? എന്താണ് കമ്മീഷന്റെ കാര്യം, സ്പോൺസറെ കൊണ്ടുവരിക, കമ്മീഷൻ, ഇതൊക്കെ നമ്മൾ പറഞ്ഞ കേസ് കേട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ, സത്യാവസ്ഥകൾ പുറത്തു വരുന്നത് നിങ്ങൾ കണ്ടില്ലേ? ആർക്ക് വേണമെങ്കിലും കൊണ്ടുവരാം, കമ്മീഷനും തരാം. പറ, ഇതെന്താ സംഭവം? ആദ്യമായിട്ടാണ് അതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോ എന്നിട്ട് കൊണ്ടുവന്നിട്ട് പൈസ വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അങ്ങനെയൊക്കെയാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ കുടുംബസംഗമം നടത്തുമ്പോൾ സ്റ്റീഫൻ ദേവസി എന്ന് പറയുന്ന മ്യൂസീഷ്യന് 11 ലക്ഷം രൂപ കൊടുത്ത്, കുടുംബസംഗമം എന്ന് പറയുന്നത് കുടുംബസംഗമത്തിലെ അംഗങ്ങൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, നമ്മുടെ അമ്മയിലുള്ള മെമ്പേഴ്സിന് പെർഫോം ചെയ്യും കുടുംബാംഗങ്ങൾ കാണുക. അപ്പൊ ഇതിനു മുമ്പ് ചാനലിലെ പരിപാടികളൊക്കെ നടത്തി. അപ്പൊ പല സ്റ്റാർട്ടുമുള്ള ആൾക്കാരെയൊക്കെ വിളിക്കുന്ന ചാനൽ പറയുന്നവര്. അപ്പൊ അതിന്റെ ഒരു വിഷമം കുറെ അംഗങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിവുള്ള കുറെ അംഗങ്ങൾ മാറ്റി നിർത്തുന്നു എന്നുള്ളൊരു പരാതിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് പരാതി. അതെ, എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. സ്റ്റീഫൻ ദേവസി, ഞാൻ പറഞ്ഞില്ലേ കുടുംബസംഗമം എന്തിരി നമ്മുടെ അമ്മയിൽ ഒരു പ്രോഗ്രാം നടത്തുന്ന ആ വ്യക്തിക്ക് എന്തിനാ അത്രയും രൂപ കൊടുക്കേണ്ട ആവശ്യം? 11 ലക്ഷം. സ്റ്റീഫൻ പറയുന്ന ഫുള്ളും പുള്ളിക്ക് എമൗണ്ട് കിട്ടിയെന്നാ. അങ്ങനെ പറയത്തുള്ളൂ. കാരണം ഇവർക്കൊക്കെ വേണ്ടി നിൽക്കുന്ന വ്യക്തികളൊക്കെ ആകുമ്പോൾ പിന്നെ അങ്ങനെയല്ലേ വരും. അമ്മമാർക്ക് കിട്ടുന്ന ഒരു അവസരം പലരും. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയായി കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ടിനിറ്റോനെതിരെയുള്ള കേസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എന്തായാലും പ്രേക്ഷകരെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ വേണം, നിങ്ങളുടെ സപ്പോർട്ടും വേണം. ജസ്റ്റിസ് ഫോർ അഞ്ജുബ, ബൈ, ലവ് യു ഓൾ ഗൈസ്. ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. എന്തായാലും കേസ് ഇന്ന് മുതൽ സ്റ്റാർട്ടാവും. അതൊരു സൈഡിൽ കൂടെ നടക്കും. പിന്നെയും ഈ പെണ്ണിനെ നാട്ടിക്കാനുള്ള പല കഥകളും പൊക്കിക്കൊണ്ടിരിക്കുക. കേൾക്കുമെന്ന് തോന്നുന്നില്ല. നമുക്ക് നോക്കാൻ തരാം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ബൈ, ലവ് യു ഓൾ ഗൈസ്.